പ്യാരെ ബച്ചോ ആദാബ്. നമുക്ക് നമ്മുടെ തഅ്ലീമി സർഗർമിയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കേണ്ടത്. ആദ്യത്തെ ചോദ്യം എന്താ? ബച്ചോ സബക് ഖുശാംദീദ് അച്ചി തരാ പഠേ ഓർ നീച്ചെ ദിയേ ഗയേ സവാലോं के ജവാബ് ലിഖേ. എന്താണ് പറഞ്ഞത്? ഖുശാംദീദ് എന്ന പാഠഭാഗം നന്നായി വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന സവാലുകൾക്കുള്ള ഉത്തരം നൽകണം. അതാണ് നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം. അതിലെ ആദ്യ ചോദ്യം ഇതാണ്: സനൽ ഓർ ആഫ്രീൻ പഞ്ചായത്ത് ഓഫീസ് ക്യോं ഗയേ? സനലും ആഫ്രീനും പഞ്ചായത്ത് ഓഫീസിലേക്ക് എന്തിനാണ് പോയത്? നമുക്കറിയാം, നമ്മുടെ സ്വതറേ പഞ്ചായത്തിനെ സ്കൂൾ കലോത്സവത്തിനായി ക്ഷണിക്കാനായിട്ടാണ് അവർ പോയത്, അല്ലേ? നമുക്കതിൻ്റെ ഉത്തരം എഴുതി നോക്കാം. നോക്കൂ, സ്കൂൾ കലോത്സവ് के इफ्तिताह के लिए सदरे पंचायत को दावत देने के लिए सनल और आफरीन पंचायत ऑफिस ഗയേ. നമ്മൾ എത്രയാണ് എഴുതിയിരിക്കുന്നത്? സ്കൂൾ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനത്തിനായി പഞ്ചായത്ത് ഓഫീസിലെ പ്രസിഡന്റ്, അല്ലേ, പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കാനായിട്ടാണ് അവർ എന്തിനു പോയത്? പഞ്ചായത്ത് ഓഫീസിലേക്ക് പോയത്. നോക്കൂ, അടുത്ത ചോദ്യം. യേ തോ കാബിലെ താരീഫ് ഹേ, സദറെ പഞ്ചായത്ത് ഐസാ ക്യോं കഹ്തേ ഹേ? എന്താ പറഞ്ഞത്? ഇത് വളരെ പ്രശംസനാർഹമാണ്, അല്ലേ? ഇത് വളരെ പ്രശംസനാർഹമാണ്. എന്തുകൊണ്ടാണ് സ്വതറേ പഞ്ചായത്ത് ഇങ്ങനെ പറഞ്ഞത്? അവരെന്ത് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്? നമുക്കറിയാം, അല്ലേ? എത്ര കുട്ടികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എല്ലാ കുട്ടികളും പങ്കെടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ നിന്ന് സമ്മാനവും നൽകുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് നമ്മുടെ സ്വതറേ പഞ്ചായത്ത് പറയുന്നത് ഏതോ കാബിലെ താരീഫ് ഹേ. നമ്മൾ പാഠഭാഗം വായിച്ചവരാണല്ലോ, അല്ലേ? നമുക്കതിൻ്റെ ഉത്തരം എഴുതി നോക്കാം, അല്ലേ? നോക്കൂ, സ്കൂൾ കലോത്സവ് में हिस्सा लेने वाले सभी बच्चों को स्कूल से इनाम देते हैं. ये तो काबिले तारीफ है, അല്ലേ? നോക്കൂ, സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? സമ്മാനം നൽകുന്നുണ്ട്. അത് വളരെ പ്രശംസനാർഹമാണ്. അടുത്ത പ്രവർത്തനം. ബച്ചോ സബക് ഖുശാംദീദ് ആപ്നെ പഠാ ഹേ നാ, ഉസ് ഗുഫ്തഗു കോ റോൾ പ്ലേ കെ സരിയെ പേഷ് കരേ. എന്താ പറഞ്ഞത്? കൂട്ടുകാരെ, നമ്മൾ ഖുശാംദീദ് എന്ന പാഠഭാഗം പഠിച്ചില്ലേ? അത് റോൾ പ്ലേ ആയിട്ട് അവതരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെ റോൾ പ്ലേ ആക്കുക. ഒരാൾ സനലും ഒരാൾ ആഫ്രീനും ഒരാൾ സ്വതറേ പഞ്ചായത്തും ഒരാൾ ഉസ്താദും ഒക്കെ ആയിട്ട് ഈ സംഭാഷണം വളരെ ഭാവാത്മകമായിട്ട് അവതരിപ്പിക്കുക കേട്ടോ. ഇനി നോക്കൂ, അടുത്ത ചോദ്യം. ബച്ചോ സ്കൂൾ കലോത്സവ് കാ പ്രോഗ്രാം നോട്ടീസ് ഔർ സേ പഠേ, ഉസ്കി മദദ് സേ പ്രോഗ്രാം കേ ലിയേ ഏക് പോസ്റ്റർ തയ്യാർ കരേ. എന്താ പറഞ്ഞത്? സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് തന്നിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി വായിക്കുക. എന്നിട്ടോ ശ്രദ്ധയോടെ വായിച്ചതിന് ശേഷം അതിൻ്റെ സഹായത്താൽ ഈ പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ നമ്മളെല്ലാവരും നോട്ടീസും പോസ്റ്ററും ഒക്കെ തന്നിട്ടുണ്ട്, അല്ലേ? പോസ്റ്ററൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ. നോട്ടീസ് എന്ന് പറയുമ്പോൾ വളരെ വിശദമായി തന്നെ എല്ലാം എഴുതിയിട്ടുണ്ടാവും, അല്ലേ? അതിൽ കാര്യപരിപാടികളും എല്ലാം എഴുതിയിട്ടുണ്ടാവും. അതേസമയം നല്ല വിശദമായിട്ടായിരിക്കും നോട്ടീസ് ഉണ്ടാവുക. പോസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി ചുരുക്കം കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ഐഡിയ, നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആ പോസ്റ്ററിൽ നിന്ന് ലഭിക്കും, അല്ലേ? നോക്കൂ, താഴെ നമുക്ക് എന്ത് നോട്ടീസാണ് കൊടുത്തിരിക്കുന്നത്? സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട നോട്ടീസ് കൊടുത്തിട്ടുണ്ടല്ലോ, ഒന്ന് വായിച്ചു നോക്കാം, അല്ലേ? നോക്കുക. ദോസ്തോ,
കൂട്ടുകാരെ हमारे स्कूल का कलोत्सव 10-11 सितंबर 2025 को स्കൂൾ ഓഡിറ്റോറിയം में मनाने का फैसला हुआ है. എന്താ പറയുന്നത്? നമ്മുടെ സ്കൂളിൻ്റെ കലോത്സവം 10-11 അല്ലേ, സെപ്റ്റംബർ 10-11 2025 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ആഘോഷിക്കാനുള്ള അല്ലെങ്കിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്താനായി തീരുമാനിച്ചിരിക്കുന്നു. മുഹത്തറം സ്വദരെ പഞ്ചായത്ത് കുമാർ ഉസ്ക ഇഫ്തിതാഹ് കരേങ്കെ. മുഹത്തറം സ്വദരെ പഞ്ചായത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കുമാർ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഇസ് ജുൽസെ മേ വാർഡ് മെമ്പർ മുഹത്തരിമ ശ്രീദേവി തഹ്നീത് പേഷ് കരേങ്കി. അതിൽ ആശംസാ പ്രസംഗം നടത്തുന്നത് നമ്മുടെ വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീദേവി മാമാണ്. മഷ്ഹൂർ അദേബ് ഷാൻ മെഹ്മാനെ ഹുസൂസി ഹോങ്കെ. പ്രശസ്ത അദേബ് സാഹിത്യകാരനായിട്ടുള്ള ഷാനാണ് വിശിഷ്ടാതിഥിയായിട്ട് എത്തുന്നത്. സ്കൂൾ കെ തമാം ബച്ചെ ഉസ് പ്രോഗ്രാം മേ ഹിസ്സ ലേങ്കെ. സ്കൂളിലെ എല്ലാ കുട്ടികളും അതിൽ പങ്കെടുക്കണം. ഉസ്മേ ആപ്കാ ഖൈർ മുഖദ്ദം ഹേ. എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. ഉസ്മേ ആപ്കാ ഖൈർ മുഖദ്ദം ഹേ. അതിൽ താങ്കളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പറഞ്ഞത് സ്കൂളിലെ എല്ലാ കുട്ടികളും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിലേക്ക് താങ്കളെയും സ്വാഗതം ചെയ്യുന്നു. നോക്കൂ, പി ലീല ഹെഡ് മിസ്ട്രസ്, ടി ജോസഫ് സ്വദർ PTA, സനൽ KK കൺവീനർ. അപ്പോൾ ഇത്രയും പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പോസ്റ്റർ തയ്യാറാക്കണം. പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വേണ്ടത് ഉൻവാൻ എന്ന് പറഞ്ഞാൽ തലക്കെട്ട്. ഉൻവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തലക്കെട്ടാണ്. ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാൽ ഇനോഗ്രേഷൻ അഥവാ ഉദ്ഘാടനം. പിന്നെ അടുത്തത് ജഗ, സ്ഥലം. അടുത്തത് വക്ത് ഓർ താരീഖ്, സമയവും ഡേറ്റും അല്ലേ, ഡേറ്റ് ആൻഡ് ടൈമാണ് ഇതിൽ വരുന്നത്. അടുത്തത് മെഹ്മാനെ ഹുസൂസി അഥവാ നമ്മുടെ വിശിഷ്ടാതിഥി ആരാണ് എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പോസ്റ്ററിൽ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കി നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എപ്പോഴും നല്ല കളർഫുള്ളായിരിക്കാനും അതുപോലെ തന്നെ നല്ല പിക്ചേഴ്സൊക്കെ വരയ്ക്കാനും കഴിവുള്ളവർക്ക് അതിൽ ചെറിയ ചെറിയ പിക്ചേഴ്സൊക്കെ വരയ്ക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല ഭംഗിയാക്കി ചെയ്യാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കൂ. സ്കൂൾ കലോത്സവ് 2025 GUPS വലപ്പാട്, അതാണ് ഇതിൻ്റെ ഉൻവാൻ അഥവാ തലക്കെട്ട്. അടുത്തത് ഇഫ്തിതാഹാണ് കൊടുത്തിരിക്കുന്നത്, ഉദ്ഘാടനം കുമാർജി സ്വദറെ പഞ്ചായത്ത്. അടുത്തത് മെഹ്മാനെ ഹുസൂസി ആയിട്ട് വിശിഷ്ടാതിഥി ആരാണ്? ഷാൻജി മഷ്ഹൂർ അദേബാണ്. അത് ജഗ കൊടുത്തിട്ടുണ്ട്, സ്കൂൾ ഓഡിറ്റോറിയം. താരീഖ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വക്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ അവസാനമായിട്ട് ആപ് സബീക്കോ ഖൈർ മുഖദ്ദം ഹേ എന്നും കൊടുത്തിട്ടുണ്ട്, അഥവാ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേപോലെ പോസ്റ്റർ തയ്യാറാക്കി നോക്കുക കേട്ടോ. അടുത്ത പ്രവർത്തനം നോക്കൂ. സ്വദർ സെ മിൽനെ കെ ബാദ് ഷാം കോ ആഫ്രീൻ ഖുഷി ഖുഷി ഘർ പഹുഞ്ചി വോ മാങ് കോ പുകാർനെ ലഗി. എന്താ പറഞ്ഞത്? നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടതിന് ശേഷം വൈകുന്നേരം ആഫ്രീൻ സന്തോഷത്തോടെ വീട്ടിലെത്തി. അവൾ അമ്മയെ വിളിക്കാൻ തുടങ്ങി അല്ലേ. അവളെ അമ്മയെ വിളിച്ചിട്ട് നമ്മളെപ്പോലെ തന്നെ അന്നത്തെ കാര്യങ്ങളൊക്കെ അമ്മമാരോട് നമ്മൾ പറയാറില്ലേ, അതുപോലെ അവളും അന്നത്തെ കാര്യങ്ങൾ അമ്മയോട് പറയാൻ തുടങ്ങി. ആഫ്രീൻ പറയാണ്, അമ്മി ആജ് ഹം ഉസ്താദ് കെ സാത്ത് പഞ്ചായത്ത് ഓഫീസ് ഗയേ തേ. എന്താ പറയുന്നത്? അമ്മേ ഇന്ന് ഞങ്ങൾ ടീച്ചറിൻ്റെ കൂടെ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോയിരുന്നു. അപ്പം മാം പറയാണ്, ക്യാ ബാത്ത് ഹേ ബേട്ടി അല്ലേ. മാ എന്താ പറയുന്നത്? എന്താ കാര്യം മോളെ അല്ലേ, അല്ലെങ്കിൽ എന്തിനാണ് പോയത് എന്നുള്ള അർത്ഥമാണ് കേട്ടോ അതിൽ. അപ്പോൾ എന്തിനായിരിക്കും പോയത്? നമുക്കറിയാമല്ലേ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കാനായി പോയതാണ് എന്നുള്ളത്. അപ്പോൾ ആഫ്രീൻ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ അമ്മയോട് പറയുകയാണ്. അവർ തമ്മിലുള്ള സംഭാഷണം ഗുഫ്തഗു എന്ത് ചെയ്യണം? നമ്മളത് ആ സംഭാഷണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. അപ്പം അമ്മ ചോദിച്ചു, ക്യാ ബാത്ത് ഹേ ബേട്ടി അല്ലേ, എന്താ കാര്യം അല്ലേ, എന്താണ് വിശേഷിച്ച് പോയത് അല്ലെങ്കിൽ എന്തിനാണ് പോയത് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആഫ്രീൻ പറയാണ്, എന്തായിരിക്കും പറയാം? ഇങ്ങനെ പറയാം അല്ലേ, അകലെ അല്ലെങ്കിൽ സിതംബർ
10 को हमारे स्कूल में കലോത്സവ് ഹേനാ അല്ലേ? അമ്മയോട് ചോദിക്കുകയാണ്. അടുത്ത സിതംബർ 10 അല്ലേ? സിതംബർ 10 ഞങ്ങളുടെ സ്കൂളിൽ കലോത്സവമല്ലേ അല്ലേ? അപ്പം അമ്മ എന്ത് പറയും? അതെ അല്ലേ, ജി ബേട്ടി അല്ലേ? അതേ മോളെ. ആ ഇസ്കേ ലിയേ അല്ലെങ്കിൽ ഇസ്കി ഇഫ്തിതാഹ് കെ ലിയേ, इसकी इफ्तिताह के लिए सदर पंचायत को दावत देने के लिए അല്ലേ? അങ്ങനെ പറഞ്ഞാലും മതി. എന്താ പറയുന്നത്? അതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ ക്ഷണിക്കാൻ വേണ്ടി. അപ്പം മാ പറയാ ജി ഹാം അല്ലേ? അല്ലെങ്കിൽ ടീക്ക് ഹേ ബേട്ടി, ടീക്ക് ഹേ ബേട്ടി. ഇത്രേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. വളരെ ചെറിയ സംഭാഷണമാണ്. അപ്പോൾ അമ്മയോട് കാര്യം പറഞ്ഞു അല്ലേ? 10-ാം തീയതി സ്കൂൾ കലോത്സവമല്ലേ? അപ്പം അമ്മ പറഞ്ഞു അതെ മോളെ. അപ്പോൾ അതിലേക്ക് സ്വതറ പഞ്ചായത്തിനെ ക്ഷണിക്കാൻ വേണ്ടിയാണ്. ടീക്ക് ഹേ ബേട്ടി അല്ലേ? ശരി മോളെ. വേണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ചോദിക്കാം അല്ലേ? വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കാം. ഉസ്താദ് അല്ലാതെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അവൾക്ക് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സനൽ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇങ്ങനെയാണെങ്കിലും മതി കേട്ടോ. അടുത്ത ചോദ്യം, ബച്ചോ ദിയേ ഗയേ നമൂനെ കെ മുതാബിക് ജുംലെ പൂരാ കരേ. എന്താ പറഞ്ഞത്? താഴെ തന്നിരിക്കുന്ന മാതൃകയ്ക്കനുസരിച്ച് ജുംല പൂർത്തിയാക്കാനാണ് പറയുന്നത്. നോക്കൂ, ക്യാ മേ അന്തറാവൂ അല്ലേ? എന്താ പറഞ്ഞത്? ഞാൻ അകത്തേക്ക് വന്നോട്ടെ. മേ ഐ കമിൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ പറയുന്നു ജി ജരൂർ ആയി അല്ലേ? അതെ, തീർച്ചയായും വന്നാലും. അപ്പോൾ അടുത്തത് ചോദിക്കുകയാണ് ക്യാ മേ ബാഹർ ജാവും. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? അന്തർ അകത്തേക്ക്, ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് അല്ലേ? ആന അല്ലെങ്കിൽ ആവും എന്നൊക്കെ പറഞ്ഞാൽ വരട്ടെ എന്നുള്ള അർത്ഥമാണ് ആവും. ജാവും എന്ന് പറഞ്ഞാൽ പോകട്ടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതി നോക്കാം? ജി ജരൂർ, ഇവിടെ ജാവുമാണ്. അപ്പോൾ തന്നെ നമ്മൾ എന്താ എഴുതേണ്ടത്? ജായിയെ, ജി ജരൂർ ജായിയെ. അടുത്തത് നോക്കൂ, ക്യാ ഹം അന്തർ ആ സക്തേ ഹേ അല്ലേ? ഒരാളല്ല, ഒരുപാട് പേരാണ്. ഞങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അകത്തേക്ക് വന്നോട്ടെ. അപ്പം നമുക്ക് എന്താ എഴുതാം? ജി ജരൂർ ആപ് സബ് ആയിയെ, നിങ്ങൾ എല്ലാവരും വരൂ. ഇവിടെയാണെങ്കിലോ ക്യാ ഹം ബാഹർ ജാ സക്തേ ഹേ അല്ലേ? അപ്പോൾ ജി ജരൂർ ആപ് സബ് ജായിയെ. ഓക്കെ. പിന്നെ അടുത്ത പ്രവർത്തനം. അടുത്തത് നോക്കൂ, ബച്ചോ പഠേ ഓർ ലിഖേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വായിക്കൂ, എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, എന്താണ് വായിക്കേണ്ടത്? നമ്മൾ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? അതെ, 1 മുതൽ അല്ലെങ്കിൽ 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഉറുദുവിൽ എണ്ണൽ സംഖ്യയെ പറയുക ഗിൻതി എന്നാണ്, എണ്ണൽ സംഖ്യ കേട്ടോ. അപ്പോൾ നോക്കൂ, എണ്ണൽ സംഖ്യയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് എങ്ങനെയാണ്? അക്കത്തിലും കൊടുത്തിട്ടുണ്ട്, അക്ഷരത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം അല്ലേ? നോക്കൂ, 1 അല്ലേ? 1, പിന്നെ 2, 3, 4, 5, 6, 7, 8, 9, 10. അറിയാലോ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി അടുത്തത് 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49,
50. അടുത്ത പ്രവർത്തനം बच्चों सनल कलोत्सव में हिस्सा लेने वाले बच्चों की तादाद तैयार कर रहा है उसको पूरा करने में സനൽ की मदद करे എന്നാണ്. എന്താണ്? സനൽ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണമൊക്കെ തയ്യാറാക്കുകയാണ്. അത് പൂർത്തിയാക്കാനായി നമ്മുടെ സനലിനെ സഹായിക്കാനാണ് പറയുന്നത്. ഇതിൽ മുക്കാബല ഐറ്റം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ ഐറ്റത്തിലും ഒരു ടീമിൽ നിന്ന് പങ്കെടുക്കാൻ പറ്റുന്ന കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആകെ ടീമുകൾ എത്ര ടീം മത്സരിക്കുന്നു എന്നുള്ളതാണ് ആകെ എണ്ണം, മൊത്തം കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ പരിപാടികളുണ്ട്. നോക്കൂ, ഉറുദു നസം ഹവാനി, ഉറുദു കവിതാരചന, മോണോ ആക്ട്, ഒപ്പന, തിരുവാതിരക്കളി, ഉറുദു തക്രീർ പ്രസംഗം, ഉറുദു നസം നികാരി അഥവാ കവിതാരചന, ഉറുദു മസ്മൂൻ നികാരി അഥവാ ഉറുദു എസ്സേ റൈറ്റിംഗ്, ഗസൽ ഹവാനി ഗസൽ ആലാപനം, ഉറുദു ഗ്രൂപ്പ് സോങ് അഥവാ ഗ്രൂപ്പ് സോങ്. ഇനി ഇതിൻ്റെയൊക്കെ ടോട്ടൽ ചെയ്യാനുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നിലും ഓരോ എണ്ണം കൊടുത്തിട്ടുണ്ട്. ഉറുദു നസം ഹവാനിയിൽ ഒരു കുട്ടിക്കാണ് പങ്കെടുക്കാൻ പറ്റുക. അങ്ങനെയുള്ള 10 ടീമുകൾ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുൽ തഅദാദ് 10 പേര്. അപ്പം അങ്ങനെ ഓരോന്നിൻ്റെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇതിലിപ്പോൾ ഒപ്പനേൻ്റെ ഗ്രൂപ്പ് സോങ്ങിൻ്റെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 7 ഒരു ടീമിൽ 7 കുട്ടികൾക്കാണ് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള 5 ടീമുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പൈൻതീസ് 35. അപ്പോൾ ഇതൊക്കെ ടോട്ടൽ ചെയ്യുമ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇവിടെ 33 കിട്ടുന്നുണ്ട്, ഇവിടെ അതുപോലെ 57 കിട്ടുന്നുണ്ട്, ഇതുപോലെ 150 കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു കണക്കിട്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണക്കുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീമിൻ്റെ എണ്ണം കൊടുത്ത് അത് ടോട്ടൽ ചെയ്യാം കേട്ടോ. ഇപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ? ഇപ്പം നോക്കൂ, ഒപ്പനയാണെങ്കിൽ 10 അല്ലേ, ഒരു ടീമിൽ 10 കുട്ടികൾക്കാണ് പങ്കെടുക്കാൻ പറ്റുക. അങ്ങനെയുള്ള 3 ടീമുകളുണ്ട്. അപ്പോൾ ആകെ എണ്ണം 30. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഫഹർസത്ത് പഠിക്കർ റിപ്പോർട്ട് തയ്യാറാക്കിയേ. എന്താ പറയേണ്ടത്? ഈ ലിസ്റ്റ് വായിച്ചിട്ട് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നതിൽ. നോക്കൂ, ഉറുദു നസം ഹവാനി മേ 10 ബच्चे ഹിസ്സ ലേത്തെ ഹേ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഉറുദു നസം ഹവാനിയിൽ 10 പേര് പങ്കെടുക്കുന്നു. ആകെ 10 പേര് പങ്കെടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 2-3 കൂടി അതുപോലെ എഴുതാം അല്ലേ? നോക്കൂ, നമുക്ക് ഇതിൽ എഴുതാൻ വേണമെന്നുണ്ടെങ്കിൽ ഉറുദു ഗ്രൂപ്പ് സോങ്, ഉറുദു ഗ്രൂപ്പ് സോങ്, ഉറുദു ഞാൻ എഴുതുന്നത് ടീമിൻ്റെ എണ്ണമാണ് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ തന്നെ എഴുതാം അല്ലേ? ഉറുദു ഗ്രൂപ്പ് സോങ് മേ എത്ര കുട്ടികളാണ്? 35 बच्चे हिस्सा लेते हैं, हिस्सा लेते हैं. ഇനി നമുക്ക് അടുത്ത് എഴുതാൻ വേണമെന്നുണ്ടെങ്കിൽ ഉറുദു ഗസൽ ഹവാനി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഉറുദു ഗസൽ ഹവാനിയിൽ എത്ര പേര് പങ്കെടുക്കുന്നുണ്ട്? ഉറുദു ഗസൽ ഹവാനി മേ 9 बच्चे, 9 बच्चे അല്ലേ? നമുക്ക് അക്ഷരത്തിൽ തന്നെ എഴുതണം. അത് ഞാൻ എഴുതിയില്ല, വിട്ടുപോയിട്ടോ. നമുക്ക് ഇത് 35 തന്നെ എഴുതണം. നോക്കൂ, 9 बच्चे ഹിസ്സ ലേത്തെ ഹേ. ഇവിടെ 35 തന്നെ നമ്മൾ എഴുതണം കേട്ടോ. ഇനി അതേപോലെ ഏതെങ്കിലും ഒരു ഐറ്റം എടുത്തിട്ട് നിങ്ങൾക്കതിൽ എത്ര കുട്ടികൾ പങ്കെടുക്കുന്നു എന്നുള്ള ഒരു വരി തയ്യാറാക്കാനാവില്ലേ? അപ്പോൾ ഒന്നുകൂടി എന്തായാലും തയ്യാറാക്കി നോക്കാം അല്ലേ? നോക്കൂ, ഉറുദു മസ്മൂൻ നിക്കാരി കൊടുക്കണേ. ഉറുദു മസ്മൂൻ നിക്കാരി മേ എത്ര ബച്ചയാണ്? 7 बच्चे, 7 बच्चे हिस्सा लेते हैं. അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗങ്ങളിൽ വരുന്ന പ്രവർത്തനങ്ങൾ കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹുദാ ഹാഫിസ്.